ഖത്തറിൽ റാസ് ലഫാനിലെ ബർസാൻ LNG സംസ്കരണശാലയിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സംസ്കരണശാലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വലിയ സ്ഫോടനത്തിൽ 13 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക വിവരങ്ങൾ. ദുഃഖകരമായൊരു വാർത്ത എന്ന് പറയുന്നത് ആ 13 പേരിൽ 12 പേർ ഭാരതീയരാണ്. ഭാരതീയ വിദേശകാര്യ മന്ത്രാലയം ഖത്തർ ഭരണാധികാരികളുമായി സംയോജിപ്പിച്ച് ഈ 12 ഭാരതീയരുടെയും മൃതശരീരങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം നമ്മെ അറിയിക്കുന്നത്. ഈ സ്ഫോടനത്തിൻ്റെ പിന്നിലുള്ള ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ ഖത്തർ പുറത്തുവിടുന്നത് ഒരു സാങ്കേതിക പിഴവായിരുന്നു. കാരണം 2025 ഡിസംബർ മുതൽ ഈ ബർസാൻ മേഖലയിലെ ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സംസ്കരണശാല അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് അത് വീണ്ടും പ്രവർത്തിപ്പിക്കുവാനായി ഒരു പുതിയ സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റ് എന്ന് പറയും, അതായത് പുതിയ സംസ്കരണ സ്ഥലം കണ്ടുപിടിച്ച് അത്തരത്തിലുള്ള എന്തോ ഒരു പ്രൊജക്റ്റ്, എന്താണ് ആ പ്രൊജക്റ്റ് എന്നുള്ളതിൻ്റെ വിശദീകരണം അവർ പുറത്തുവിട്ടിട്ടില്ല. അത്തരത്തിലുള്ളൊരു സംരംഭം ശ്രമിക്കുന്നതിനിടെ അല്ലെങ്കിൽ സംരംഭം തുടങ്ങുവാനുള്ള സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. പക്ഷേ ഇതിന് പിന്നിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിലും ഗുരുതരമായൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഇപ്പോൾ ഏതാണ്ട് നിന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന 108 ദിവസങ്ങളോളം നീണ്ട ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഖത്തറിൻ്റെ പ്രത്യേകിച്ച് ഈ റാസ് ലഫാൻ മേഖലയിലെ തുറമുഖങ്ങൾക്ക് നേരെ ഇറാൻ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു, ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചും. ആ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അറ്റകുറ്റപ്പണികൾക്കായി തുറമുഖങ്ങൾ അടയ്ക്കുകയും ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സംഭരണശാലയും സംസ്കരണശാലകളുടെ വിവിധ ഭാഗങ്ങൾ അടച്ചിടുകയും ആ പശ്ചാത്തലത്തിൽ അടുത്ത 3 മുതൽ 5 വർഷങ്ങളിലേക്ക് 12.8 മെട്രിക് ടൺ ഉത്പാദനത്തിൽ കുറവ് വരുത്തുമെന്ന് ഖത്തർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ മേൽ കൂനിന്മേൽ കുരുവെന്ന പോലെയാണ് ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഉത്പാദനത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് സംശയിക്കപ്പെടുകയല്ല, ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട വാർത്ത തന്നെയായി നമുക്കതിനെ കരുതാം. കാരണം ഇപ്പോൾ തന്നെ അതിനൊരു ഈ പറഞ്ഞതുപോലെ 12.8 മെട്രിക് ടൺ കുറവ് വരുത്തിയിട്ടുണ്ട് ഖത്തർ പ്രതിവർഷമുള്ള ഉത്പാദനത്തിൽ. അടുത്ത 3 മുതൽ 5 വർഷങ്ങളിലേക്ക് ആ കുറവ് തുടരുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു കുറഞ്ഞ ഉത്പാദനമേ ഖത്തർ നടത്തുകയുള്ളൂ എന്നും അവർ പറയുന്നുണ്ട്. ഇനിയും കുറവ് അതിൽ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഏറ്റവും വലിയ ഒരു സ്രോതസ്സാണ് ഭാരതത്തെ സംബന്ധിച്ച് ഖത്തർ. അത് ഭാരതത്തെ സംബന്ധിച്ച് ഒരല്പം ആശങ്ക ഉളവാക്കുന്ന